പ്രശസ്തനായ സിനിമാ നടൻ ജയറാമേട്ടൻ്റെ ഒരു റെസിപ്പിയാണ് ഇന്നത്തെ രസം. എൻ്റെ നാത്തും വെക്കുകയാണ്. ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് അതിൽ കടുകിട്ട് പൊട്ടിച്ച് ഇനി അതിലേക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചത് ഇട്ട് കൊടുത്ത് വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ല, ജീരകം, ചെറിയ ജീരകം. ഇനി കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരല്പം മുളക് പൊടി, മഞ്ഞപ്പൊടി, കണ്ണും കണ്ടുകൂടാ. അതിലേക്ക് വാളംപുളി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കണം. ഒരല്പം വാളംപുളി പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ രസത്തിൻ്റെ പ്രത്യേകത ഇതിൽ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഇടൂല. അതാണ് ജയറാമേട്ടൻ്റെ സ്പെഷ്യൽ രസം. അപ്പോൾ പുളി പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് അവിടെ ഇരുന്ന് തിളക്കട്ടെ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. ഉപ്പിട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അതോട്ടുണ്ട്. ഇതാ ആ കൂട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. അടച്ചു. തക്കാളി ആദ്യമേ ഇട്ട് വഴറ്റി ഒന്നും എടുക്കണ്ട. ഇങ്ങനെ നമ്മൾ വഴറ്റിയെടുത്ത് അതിലേക്ക് പുളിവെള്ളവും കൂടെ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം അത് തിളച്ചതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കണം. തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ച 3 പച്ചമുളക്, കാരിമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ലാസ്റ്റ് മല്ലിയില ആവശ്യത്തിന്. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എത്രയാണോ മല്ലിയില, ചിലർക്ക് കുറച്ചിട്ടാൽ മതിയായിരിക്കും, ചിലർക്ക് ഒരു അല്പം അധികം ഇടണമായിരിക്കും. അങ്ങനെ എങ്ങനെയാണോ നിങ്ങൾക്ക് ഇടാൻ തോന്നുന്നത് ആ രീതിയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് കായപ്പൊടി മുകളിൽ തൂറ്റി കൊടുക്കണം. ഇത്ര ആയപ്പോഴത്തേക്ക് നമ്മുടെ ജയറാമേട്ടൻ്റെ സ്പെഷ്യൽ രസം തയ്യാറായിട്ടുണ്ട്. സൂപ്പർ രസം തയ്യാർ.